നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹെലികോപ്റ്റർ അപകടം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യ മന്ത്രിയും കൊല്ലപ്പെട്ടു. അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത്. ഇരകളിൽ ഒരാൾ പാലക്കാട് സ്വദേശി. കൂടുതൽ വിവരങ്ങൾ പുറത്ത്. രാജസ്ഥാൻ കൊൽക്കത്ത മത്സരം ടോസിന് ശേഷം ഉപേക്ഷിച്ചു. എലിമിനേറ്ററിൽ രാജസ്ഥാൻ RCB പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഇന്നലെ വൈകിട്ട് വനമേഖലയിൽ തകർന്നു വീണ കോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ 12 മണിക്കൂറിലധികം നീണ്ടുനിന്ന തെരച്ചിലിന് ശേഷം ഇന്ന് രാവിലെ കണ്ടെത്തി. പൈലറ്റും സഹ പൈലറ്റും ഉൾപ്പെടെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 9 പേരും കൊല്ലപ്പെട്ടു. പ്രസിഡന്റിന് ഒപ്പം സഞ്ചരിച്ച പ്രവിശ്യ ഗവർണർ അടക്കം 5 ഉന്നതരും അപകടത്തിൽ മരിച്ചു. അണക്കെട്ട് ഉദ്ഘാടനത്തിനായി അയൽരാജ്യമായ അസർബൈജാനിലേക്ക് നടത്തിയ സന്ദർശനത്തിനിടെയാണ് സംഭവം നടന്നത്. അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ നിർണായക കണ്ടെത്തലുമായി അന്വേഷണ സംഘം. മനുഷ്യക്കടത്തിന് ഇരയായവരിൽ ഒരാൾ പാലക്കാട് സ്വദേശിയായ മലയാളിയെന്ന് വിവരം ലഭിച്ചതായി അധികൃതർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സ്വദേശികളായ മറ്റ് 19 പേരുടെ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ പേർ മനുഷ്യക്കടത്തിന് ഇരകളായിട്ടുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. പ്രതി സാബിത്തിൽ നിന്നും പോലീസിന് ഇതുവരെ ലഭിച്ചത് 20 പേരെ കുറിച്ചുള്ള വിവരങ്ങളാണ്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ദാതാവാകാൻ സ്വയം ഇറങ്ങി പുറപ്പെട്ട് ഒടുവിൽ ഈ മാഫിയ സംഘത്തിലെ കണ്ണിയായെന്നാണ് സാബിത് നാസർ പോലീസിനോട് പറയുന്നത്. IPL-ൽ 2ഉം 3ഉം സ്ഥാനക്കാരെ നിർണയിക്കുന്നതിൽ നിർണായകമായ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരമായ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം മഴ മൂലം ഉപേക്ഷിച്ചു. നിശ്ചിത സമയത്ത് കനത്ത മഴ മൂലം ടോസ് സാധ്യമായിരുന്നില്ല. പിന്നീട് രാത്രി 10 മണിയോടെ മഴ മാറി. മത്സരം 7 ഓവർ വീതമാക്കി വെട്ടിക്കുറച്ച് ടോസ് ഇട്ടെങ്കിലും ടോസിന് പിന്നാലെ വീണ്ടും മഴ എത്തിയതോടെ മത്സരം ഒരു പന്ത് പോലും എറിയാതെ ഉപേക്ഷിക്കുകയായിരുന്നു. 22-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരാണ് രാജസ്ഥാന്റെ എതിരാളികൾ. 21-ന് അഹമ്മദാബാദിൽ നടക്കുന്ന ആദ്യ ക്വാളിഫയറിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. ഇതിലെ വിജയികൾ നേരിട്ട് ഫൈനലിൽ എത്തുമ്പോൾ തോൽക്കുന്നവർ രാജസ്ഥാൻ RCB എലിമിനേറ്ററിലെ വിജയികളുമായി ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ 26-ന് ചെന്നൈയിൽ നടക്കുന്ന ഫൈനലിൽ ഏറ്റുമുട്ടും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.